പിന്നീട് വാനമ്പാടി എസ് ജാനകി 60 ആണ്ട് നീണ്ട ആലാപന ജീവിതത്തിന് വിരാമമിടുന്നു. അവസാനമായി ആലപിക്കുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി. അനൂപ് മേനോനും മീര ജാസ്മിനും അഭിനയിക്കുന്ന 10 കൽപ്പനകൾ എന്ന സിനിമയ്ക്ക് പാടിക്കൊണ്ടാണ് പാട്ടിൽ നിന്നും വിരമിക്കുന്നതായി ജാനകി അറിയിച്ചിരിക്കുന്നത്. വിവിധ ഭാഷകളിൽ 48,000 ചലച്ചിത്ര ഗാനങ്ങൾ പാടി ചരിത്രം സൃഷ്ടിച്ച എസ് ജാനകിക്ക് 4 തവണ ദേശീയ അവാർഡും 32 തവണ സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് കടക്കൽ ചേരുന്നു. അഭിലാഷ്, തീർച്ചയായിട്ടും ജാനകി അമ്മ പാട്ട് നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നൽകുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? സോമി, കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തമിഴും മലയാളവും കന്നഡയും തെലുങ്ക് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ വിവിധ തലമുറകളെ പാടിയുറക്കിയ നമ്മുടെ പ്രിയപ്പെട്ട എസ് ജാനകി അമ്മ പാട്ട് നിർത്തുകയാണ്. അവരുടെ പാട്ടിൻ്റെ ഒരു കരിയർ അവസാനിപ്പിക്കുന്നതായിട്ട് ജാനകിയമ്മ തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് അവസാനമായി പാടിയിരിക്കുന്ന ഒരു മലയാളം സിനിമയിൽ കൂടെയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഇനി പുറത്തു വരാനിരിക്കുന്ന അനൂപ് മേനോനും മീര ജാസ്മിനും ഒക്കെ അഭിനയിച്ച 10 കൽപ്പനകൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അവസാനമായിട്ട് ജാനകിയമ്മ പാടിയിരിക്കുന്നത്. ഇതിൽ ജാനകിയമ്മ പാടിയിരിക്കുന്ന ഒരു താരാട്ടുപാട്ടാണ് അമ്മപ്പൂവിന് എന്ന് പറയുന്ന ഒരു താരാട്ടുപാട്ട്. മിഥുൻ ഈശ്വർ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധാനമാണ്, അത് പുതുമുഖ സംഗീത സംവിധായകനാണ് ഈ പാട്ടിന് ഈണം നൽകിയിരിക്കുന്നത്. ഈ പാട്ടുകൂടെ പാടി തൻ്റെ സംഗീത ജീവിതം അവസാനിപ്പിക്കുകയാണ് താൻ എന്നാണ് ഇപ്പോൾ എസ് ജാനകിയമ്മ വെളിപ്പെടുത്തിയത്. ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് നടന്നു കഴിഞ്ഞു ഹൈദരാബാദിൽ. എസ് ജാനകിയമ്മയ്ക്ക് കേരളത്തിലേക്ക് വരാൻ, ചെന്നൈയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രായാധിക്യമുണ്ട്. കുറച്ചു കാലം മുമ്പ് അവരൊരു അപകടത്തിൽപ്പെട്ടിരുന്നു, കാർ അപകടത്തിൽപ്പെട്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും അവർക്കുള്ളതുകൊണ്ട് അവർക്ക് മറ്റ് ചെന്നൈയിലെയോ കേരളത്തിലെയോ സ്റ്റുഡിയോയിലേക്ക് വരാൻ കഴിയുമായില്ല. അതുകൊണ്ട് ഹൈദരാബാദിൽ തന്നെ ഒരു സ്റ്റുഡിയോയിലാണ് ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടന്നിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്ങോടെ താൻ സ്റ്റേജ് ഷോകളിൽ നിന്ന് പോലും ഇപ്പോൾ പിന്മാറുന്നു എന്നാണ് ജാനകിയമ്മ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം വ്യക്തമായിട്ട് തന്നെ ജാനകിയമ്മ പറഞ്ഞിട്ടുമുണ്ട്. അതായത് തനിക്ക് പ്രായമേറുകയാണ്. ഒരുപാട് ഭാഷകളിൽ, അതായത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, അതുപോലെ തുളു, ബംഗാളി, ഒറിയ, അങ്ങനെയുള്ള നിരവധി ഭാഷ, ഉത്തരേന്ത്യയിലായാലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭാഷയിലായാലും ദക്ഷിണേന്ത്യൻ ഭാഷകളിലായാലും എല്ലാം നിരവധി ഭാഷകൾ പാടിയിട്ടുണ്ട്. മാത്രമല്ല ജാപ്പനീസ് ഭാഷകളിൽ ഉൾപ്പെടെ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം തന്നെ തൻ്റെ സംഗീതം കൊണ്ട് സംഗീതം അറിയിച്ച ഒരു വിശ്വപ്രതിഭ എന്ന് തന്നെ ജാനകിയമ്മയെ പറയാം. അതുകൊണ്ട് തന്നെ ഇത്രയും ഈ ഒരു പാട്ട്, തൻ്റെ ഒരു പ്രായം കഴിഞ്ഞു, അല്ലെങ്കിൽ തൻ്റേതായ ഒരു കാലഘട്ടം കഴിഞ്ഞു, ഒരു പുതിയ തലമുറ കടന്നു വരട്ടെ, അവരുടെ പാട്ടുകൾ പുതിയ തലമുറകളിലൂടെ കടന്നു പോകട്ടെ എന്ന ഒരു രീതിയാണ് ഇപ്പോൾ, ആ ഒരു നിലപാടാണ് ജാനകിയമ്മ ഇപ്പോൾ തൻ്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇനി ഒരു പാട്ടിൻ്റെ ലോകത്തേക്ക്, സംഗീത ലോകത്തേക്ക് താനില്ല എന്ന് ജാനകിയമ്മ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒരു സംഗീത ആസ്വാദകയായി ആ പഴയ പാട്ടിൻ്റെ, അവരുടെ ഒരു സുവർണ്ണ കാലത്തിൻ്റെ പ്രതിയായി ജാനകിയമ്മ എക്കാലവും ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകും എന്ന കാര്യം സംശയമില്ല. അത് എല്ലാ ഭാഷകളിലെയും മലയാളികൾക്ക് ജാനകിയമ്മയുടെ പാട്ടുകളെക്കുറിച്ച് എത്രമാത്രം ഗൃഹാതുരത്വമായ സ്മരണകളാണ് ഉള്ളത്, അത് ഓരോ ഭാഷകൾക്കും ഉണ്ടാകും. തമിഴനും തെലുങ്കനും കന്നഡക്കാർക്കും അങ്ങനെയുള്ള ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും പാടിയിട്ടുള്ള ആൾ എന്ന നിലയിൽ തീർച്ചയായും എക്കാലവും ജാനകിയമ്മയുടെ ശബ്ദം നമുക്ക് അല്പം കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ജാനകിയമ്മയുടെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു ദിവസം ഒരുപക്ഷെ ഈ ലോകത്ത് ദക്ഷിണേന്ത്യ എന്നല്ല, ഒരുപക്ഷെ ഈ മിക്കവാറും ഭാഷകളിലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെയും ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതം അവർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ജാനകിയമ്മയുടെ ഒരു പാട്ടെങ്കിലും പ്രത്യേകിച്ചും FM റേഡിയോ ഒക്കെ സജീവമായ ഒരു കാലഘട്ടത്ത് എല്ലാവരും കേൾക്കുന്നുണ്ടാണ്. അതുകൊണ്ട് തന്നെ ജാനകിയമ്മ ഈ ഒരു ഫീൽഡിനോട് വിട പറഞ്ഞാലും ആ ശബ്ദം സജീവമായി തന്നെ ഈ അന്തരീക്ഷത്തിൽ തുടിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോമി, അഭിലാഷ്, മധുരമായ ഒരു പാട്ട് മലയാളികൾ കേട്ടത് ജാനകിയമ്മയിലൂടെ ആണെങ്കിൽ ജാനകിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയും ഒരു പക്ഷേ മലയാളം തന്നെയാണ്. ഇപ്പോൾ അവസാനം പാടി തൻ്റെ സംഗീത സബരി അവസാനിപ്പിക്കുന്നു എന്ന് ജാനകിയമ്മ പറയുന്നതും ഒരു മലയാളം പാട്ട് പാടിക്കൊണ്ടാണ്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ആ ഒരു ഇഷ്ടം തന്നെയാണോ മലയാളം തന്നെ തിരഞ്ഞെടുത്ത്? അത് നേരത്തെ തീരുമാനിച്ചൊരു തീരുമാനമായിരുന്നോ? മലയാളി അല്ലെങ്കിലും മലയാളത്തോടുള്ള ഒരു ആത്മബന്ധം, ഒരു വൈകാരിക ബന്ധമൊക്കെ എപ്പോഴും കേരളത്തിലെത്തുമ്പോഴും അതുപോലെ തൻ്റെ പ്രശസ്തമായ പല ഇൻ്റർവ്യൂകളിലൊക്കെ എസ് ജാനകിയമ്മ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ്, തെലുങ്കത്തിയാണ്. പക്ഷേ മലയാളവുമായിട്ട് അവർക്ക് വല്ലാത്തൊരു വൈകാരിക ബന്ധമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ മലയാളത്തിൽ നിരവധി അന്യഭാഷ ഗായകരും സംഗീത സംവിധായകരും എല്ലാം കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ആലാപനം കൊണ്ടായാലും സംഗീതം കൊണ്ടായാലും ഏത് രീതിയിലായാലും നമ്മുടെ ഭാഷയ്ക്ക് വേണ്ട സംഭാവനകൾ അവരെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ ജാനകിയമ്മയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവരുടെ ആലാപനത്തിലെ ആ സ്വരശുദ്ധിയാണ്. കാരണം വാക്കുകളെ കൃത്യമായി ഉച്ചരിക്കാൻ, കാരണം മലയാള ഭാഷയുടെ പ്രത്യേകത തന്നെയാണ്
മറ്റുള്ളവരെ സംബന്ധിച്ചോളം അത് ഉച്ചാരണത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബംഗാളിൽ നിന്നായാലും അല്ലെങ്കിൽ തമിഴിൽ നിന്നായാലും തെലുങ്ക് മറ്റ് മറുനാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്ന ഒരു ആളെ സംബന്ധിച്ചോളം മലയാള ഭാഷ അവർക്ക് ഉച്ചരിക്കുക, മലയാളത്തിൻ്റെ എല്ലാവരും തന്മയത്വത്തോടെ മലയാള ഭാഷ ഉച്ചരിക്കുക എന്ന് തന്നെ വളരെ പ്രയാസമാണ്. പക്ഷേ അതിൻ്റെ ഒരു തന്മയത്വത്തോടെ ഉച്ചരിക്കുക എന്നുള്ളത് അതിലേക്കാളേറെ പ്രയാസമാണ്. പക്ഷേ ആ ഒരു കടമ്പയെ അതിജീവിക്കാൻ കഴിയുക, പ്രത്യേകിച്ചും പാട്ടിൽ. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സംസാരിക്കുന്ന പോലെ അല്ല ഒരു സംഗീതത്തിന് ഒപ്പിച്ച് വാക്ക് അതേ രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. അവിടെ വിജയിക്കാനായി എന്നുള്ളതാണ് ജാനകിയമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രം മലയാളം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പോലും അവർ പ്രകടിപ്പിക്കുന്ന ഒരു ഭാവമുണ്ട്. ഒരു പക്ഷേ സംഗീത സംവിധാനം, നമ്മുടെ പുതുമുഖ സംഗീത സംവിധായകർ പോലും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതായത് സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് ആ പാട്ടുകളുടെ വൈകാരിക ഭാവത്തെ കൊണ്ടുപോകാൻ എസ് ജാനകിയമ്മയ്ക്ക് കഴിയാറുണ്ട്. അതാണ് ജാനകിയമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലാണ് ഒരുപക്ഷെ ഏത് ഭാഷ അവർ പാടിയിട്ടുള്ള എല്ലാ ഭാഷകളിലും ആ ഒരു രീതി അത് കൊണ്ടുവരാൻ ആ ഒരു മികവ് പുലർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അത് പ്രത്യേകിച്ചും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന സംഗീത സംവിധായകരും എല്ലാം മലയാളത്തിലാണ്. പ്രത്യേകിച്ചും ബാബുരാജ്, MS ബാബുരാജും എസ് ജാനകിയമ്മയും തമ്മിൽ തീർച്ചയായും വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. ജാനകിയമ്മയെ കൊണ്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിച്ചിട്ടുള്ളത് ബാബുരാജാണ്. തൻ്റെ ഏറ്റവും മികച്ച ഗാനങ്ങൾ, പ്രത്യേകിച്ചും ബാബുരാജിൻ്റെ പാട്ടുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഒരു വിഷാദ സ്പർശം എപ്പോഴും ബാബുരാജിൻ്റെ പാട്ടുകൾക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രണയഗാനമായാലും ഏത് രീതിയിലുള്ള ഗാനമായാലും അദ്ദേഹത്തിൻ്റെ ഒരു വിഷാദം കാരണം ഒരു ഗസൽ ടച്ച് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകളുടെ ഒരു അന്തർധാരയെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു പാട്ടുകൾക്ക് ഏറ്റവും പറ്റിയ ഈണമായിട്ട് അദ്ദേഹം കരുതുന്ന ഒരു സ്ത്രീ ശബ്ദം എന്ന് പറയുന്നത് എസ് ജാനകിയായിരുന്നു. അതിന് മറുവശത്ത് ഒരു പുരുഷ ശബ്ദവും തനിക്ക് പറ്റിയ ആ പാട്ടുകളുടെ പറ്റിയ പുരുഷ ശബ്ദമായി അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നത് KP ഉദയഭാനുവിനെയായിരുന്നു. ഉദയഭാനുവിനെയും ജാനകിയമ്മയുമായിരുന്നു അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഗായികമാരായിട്ട് കരുതി പോകുന്നത്. ജാനകിയമ്മയെ കൊണ്ട് തന്നെയാണ് ബാബുരാജ് ഏറ്റവും കൂടുതൽ പാട്ട് പാടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാബുരാജിൻ്റെ പാട്ടുകൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എസ് ജാനകിയമ്മയുടെ ശബ്ദം തന്നെയാണ്. ആ രീതിയിൽ ഇത്തരം ഈ സംഗീത ബാബുരാജിൻ്റെ മാത്രമല്ല, ദേവരാജ മാഷിൻ്റെയും സലിൽ ചൗധരിയുടെയും MB ശ്രീനിവാസൻ്റെയും MS വിശ്വനാഥൻ്റെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും MK അർജുനൻ്റെയും ഒക്കെ പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ബാബുരാജുമായിട്ടായിരുന്നു കൂടുതൽ ഒരു അടുപ്പം ജാനകിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അടുപ്പം കാരണമായിരിക്കും പക്ഷേ മലയാളത്തോട് കൂടുതൽ ഒരു ബന്ധം അത് എന്തുകൊണ്ടുണ്ട് നമുക്കൊരു പക്ഷേ പെട്ടെന്ന് അങ്ങനെ കയറി പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ അവർ പാട്ട് പാടിയിട്ടുള്ള മലയാളത്തിലല്ല, ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ള ജാനകിയ പാട്ടുകൾ തെലുങ്കിലാണ്. തെലുങ്ക് കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ, പിന്നീടാണ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ പാടിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും തെലുങ്കിനോടില്ലാത്ത ഒരു വൈകാരികമായ ഒരു അടുപ്പം എന്തുകൊണ്ടോ ജാനകിയമ്മയ്ക്ക് മലയാളത്തിലുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. അത് ഓരോ വ്യക്തിയുടേതായ ഒരു ഇതായിരിക്കാം. എന്തായാലും ആ ഒരു അടുപ്പം മലയാളത്തിലുണ്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം മലയാളത്തിൽ ഒരു പാട്ട് പാടി തൻ്റെ സംഗീത ജീവിതം അവസാനിക്കണമെന്ന് ജാനകിയമ്മ ആഗ്രഹിച്ചും ആ ഒരു ആഗ്രഹം തന്നെയാണ് അവരിപ്പോൾ സാധിച്ചിരിക്കുന്നത്.